ഹലോ കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഒരിത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. വേറൊന്നുമല്ല, നമുക്കറിയാം ഈ ശംഖു എന്ന് പറഞ്ഞ അംഗനവാടി പഠിക്കുന്ന ഒരു മോൻ അവന് ബിരിയാണി പൊരിച്ച കോഴിയും വേണമെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം വൈറലായി. അങ്ങനെ അതൊരു അതിന് തൊട്ട് അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കൂ എന്നുള്ളൊരു നിയമമൊക്കെ വരാൻ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് എൻ്റെ ഐതുമോൻ പഠിക്കുന്ന അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ബിരിയാണി വെച്ചുകൊണ്ട് കൊടുക്കണമെന്ന്. അപ്പം ആ ഒരു വ്ളോഗാണ് ഇന്ന്. അപ്പൊ ഇന്ന് നമ്മൾ വിചാരിച്ചു കുറച്ച് ബിരിയാണി വെച്ച് കുട്ടികൾക്കൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന്. അതുമല്ല, നമ്മൾ ഐതുക്കുട്ടൻ പഠിക്കുന്ന അംഗനവാടിയിൽ അവന്റെ ടീച്ചർ 30-ാം തീയതി ആകുമ്പോഴത്തേക്ക്, ഈ മാസം 30-ാം തീയതി ആകുമ്പം റിട്ടയർഡ് ആയി പോവുകയാണ്. അപ്പൊ ടീച്ചർക്ക് ഒരു സന്തോഷമാവുമല്ലോ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ. അപ്പൊ ടീച്ചർ പോകുന്നതിന് മുമ്പ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് അതങ്ങ് നടക്കാമെന്ന് കരുതി. അങ്ങനെ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതാണ്ട് ബിരിയാണിക്കുള്ള ഉള്ളിയും സംഭവങ്ങളും എല്ലാം, ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിയിലയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ അരിഞ്ഞ് നേരത്തെ അങ്ങ് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. നമ്മളെ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ അവർക്ക് നേരത്തെ ഫുഡൊക്കെ കൊടുക്കേണ്ട. ഒരു 12 മണിയെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾ ഫുഡ് അംഗനവാടിയിൽ എത്തിക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാം അങ്ങ് സെറ്റാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ ചിക്കനൊക്കെ ദാണ്ട് നല്ലതായിട്ട് വെന്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ബിരിയാണി ഏതാണ്ട് ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ് കേട്ടോ, കാണാൻ ടേസ്റ്റും ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അവന്നാണ്ട് നമ്മുടെ ബിരിയാണിയുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയി എടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണി വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ബിരിയാണി വേറൊരു പാത്രത്തിലോട്ടിട്ട് അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാൻ സെറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ അതാണ് ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുത്ത്, പിന്നെ അച്ചാറ്, സലാഡ്, പപ്പടം അങ്ങനെ സംഭവങ്ങളെല്ലാം സെറ്റാക്കി എടുത്ത് കേട്ടോ. ഒരു ബിരിയാണിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ എടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഇതും കൊണ്ട് ഞങ്ങൾ നേരെ താണ്ടി ഞാനും ഇതും ഉമ്മായും കൂടെ നേരെ അവൻ്റെ അംഗനവാടിയിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ താണ്ടേ അംഗനവാടിയിലെത്തി. അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ കുട്ടികളൊക്കെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ഐതുക്കുട്ടനെ കണ്ടുകൊണ്ട് ഓരോ കൂട്ടുകാരും എത്തി വന്ന് നോക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും താണ്ടി ഇലയൊക്കെ ഇരുത്തി നമ്മൾ ചോറങ്ങ് വിളമ്പി കേട്ടോ. മക്കളെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അവരെല്ലാവരും മനസ്സറിഞ്ഞ് കഴിച്ചു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ബിരിയാണി കഴിച്ചു കേട്ടോ. കൂടെ ഞങ്ങളും അങ്ങ് ചോറ് കഴിക്കാനായിട്ടിരുന്നു. ഞാനും ഉമ്മായും ഒരു ഇലയിട്ട് അതിനകത്തങ്ങ് ഇരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ വന്ന് കുട്ടികളുടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, അവരും ഇരുന്നു, ടീച്ചറും എല്ലാം ഇരുന്ന് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഈ ഒരു കാര്യം. നമ്മളെ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണിയൊക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? സൂപ്പർ. ഞാൻ ഈ അംഗൻവാടിയുടെ ടീച്ചറാണ്. അപ്പൊ ഞാൻ 30-ാം തീയതി പിരിയുകയാണ്. സുബാനയുടെ കുഞ്ഞു ഇവിടെ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക്, എന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊണ്ടുവന്ന് ബിരിയാണി തന്ന്. ബിരിയാണിയൊക്കെ സൂപ്പറാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ ഒരു ഇഷ്ടം പോലെ സാധാ ആഹാരം കഴിക്കുന്നതിനേക്കാൾ കഴിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളിൽ നിന്നും തുടങ്ങണം നമ്മൾ കാര്യങ്ങളെല്ലാം. എന്ന് വെച്ചാൽ അവര് ദൈവത്തിന്റെ മക്കളാണ് അവര്. അപ്പം വലിയ സന്തോഷമായി എനിക്ക്. പിന്നെ നമ്മള് ഫുഡൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. എല്ലാം കഴിഞ്ഞൊക്കെ ഇറങ്ങാണ്. അപ്പം ഇതായിരുന്നു ഇന്ന് നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ. ബൈ, സീ യു.